ഹായ് കൂട്ടുകാരെ, നാടൻ രീതിയിൽ മീൻ പൊരിച്ചതാണ് പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് എടുത്തിട്ടുള്ള സാധനങ്ങൾ ചെറിയ ഉള്ളിയാണ്. അത് കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. ഒരു 3-4 പിടി എടുത്തിട്ടുണ്ട്. 4-5 കറിവേപ്പിലയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും. ഞാനിവിടെ 1/4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. 3.5 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ അമ്മിയിലാണ് ഞാൻ അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് മിക്സിയിലും അരയ്ക്കാം. വെള്ളമില്ലാതെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ മറക്കണ്ട. ഞാനിവിടെ മീൻ എടുത്തിട്ടുള്ളത് സൂദാനാണ്. 1/2 കിലോ ആണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മുളക് പൊടിയും ഉള്ളിയും ഉപ്പും കറിവേപ്പിലയും കൂടി അമ്മിയിലാണ് ഞാനിവിടെ അരച്ച് ഉരുട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് ഈ മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച് നമുക്ക് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. അതുകൊണ്ടാണ് ഞാൻ 3.5 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പാകത്തിനനുസരിച്ചിട്ട് എരിവ് ചേർത്താം. ഇത് തനി നാടൻ സ്റ്റൈലിലാണ് ഞാൻ വറുത്തെടുക്കുന്നത്. പിന്നെ ഒരു പ്രത്യേക രുചിയാണ്. മീനിൻ്റെ എല്ലാ സൈഡും എത്തും വിധം തിരുമ്മി പിടിപ്പിക്കണം. എല്ലാ സൈഡിലും മുളകും ഉപ്പും ഒക്കെ കറക്റ്റായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് തിരുമ്മി കൊടുക്കണം. അതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ ഇത് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അധികം എണ്ണയൊന്നും കുടിക്കില്ല. അതുകൊണ്ട് കുറച്ച് എണ്ണ മതിയാകും. ഇതിലേക്ക് ഞാൻ ആദ്യം 2 കറുവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിങ്ങനെ മൊരിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ പാകം. അതിനുശേഷം ഞാൻ ഓരോന്നായിട്ടാണ് മീനിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ ഈ മീനിൻ്റെ മുളകൊക്കെ ഇതിൽ തന്നെ പിടിക്കും. ചട്ടിയിൽ ഒട്ടിപ്പിടിക്കുകയില്ല. നല്ല ടേസ്റ്റായിട്ട് വരും. ഇങ്ങനെ നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കണം. സ്പൂൺ ഉപയോഗിക്കാതെ തന്നെ ഈ പാത്രം നിറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സൂദാൻ മീനിന് ഭയങ്കര ടേസ്റ്റാട്ടോ. കടൽ മീനായതുകൊണ്ട് നല്ല സ്വാദാണ്. ഇതിനി അനക്കാൻ പാടില്ല. ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് മൊരിഞ്ഞ് വരുമ്പോൾ മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടാം. ഈ കളർ വന്നിട്ടുണ്ടാവും ആ സമയമാകുമ്പോഴേക്കും. ഇനി നമുക്ക് ഓരോന്നായി ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല. എല്ലാ കഷ്ണങ്ങളും നമുക്കിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ മീൻ നല്ല കളറായി വന്നിട്ടുണ്ട്. ഇത് തിരിച്ച് എല്ലാ കഷ്ണങ്ങളും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റോളം ചെറുതീയിലാണ് കിടക്കേണ്ടത്. തീ കുറയ്ക്കണം. എങ്ങനെ കിടന്ന് മൊരിഞ്ഞ് വരണം. ഒരു ചെറിയ പൊട്ടൽ വരുമ്പോൾ നമുക്കിത് വാങ്ങി വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതേപോലെ മുറിച്ചെടുക്കാം. 1 കിലോ തൂക്കമുള്ള ഒരു സൂദാൻ മീനാണ് ഞാൻ വാങ്ങിച്ചത്. അതിൻ്റെ വാലും തലയും ചിറകും ഒക്കെ വൃത്തിയാക്കിയ ശേഷം കളഞ്ഞ ശേഷം അതൊരു 1/2 കിലോ ഇറച്ചിയായിട്ട് ചുരുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ 2 ട്രിപ്പായിട്ടാണിത് വറുത്തെടുത്തിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്യണേ ഗായ്സ്. നല്ല ടേസ്റ്റ് ആയിരിക്കും.